ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ RRB ഗ്രൂപ്പ് ഡി എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം വന്നു കഴിഞ്ഞു. ഒരുപാട് പേര് എൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ വേണം, ഏത് സോണിൽ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ എവിടെയാണ് സാധ്യത കൂടുതൽ, എല്ലാം ഒരുപാട് പേര് കൺഫ്യൂഷൻസ് ഉണ്ട് അല്ലേ. സോ നിങ്ങൾ ഓരോ സോണും ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സോണിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അത് നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കട്ട് ഓഫ് ആയിരിക്കുമോ, അല്ലെങ്കിൽ അവിടുത്തെ കട്ട് ഓഫ് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും, ഇതെല്ലാം എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് അല്ലേ. സോ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് പറയാനായിട്ട് പോകുന്നത്. സോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ വരിക, അതിൽ ഈ കട്ട് ഓഫ് വരുമ്പോഴത്തേക്ക് അത് എങ്ങനെ നിങ്ങളുടെ റിസൾട്ടിനെ ബാധിക്കും, അല്ലെങ്കിൽ എന്തിനെയൊക്കെ ബേസ് ചെയ്യും, നിങ്ങളുടെ ചാൻസ് എത്രോളമാണ്, ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എന്തിന്റെയൊക്കെ ബേസിലായിരിക്കണം സോൺ സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കട്ട് ഓഫ് മാത്രം നോക്കിയാൽ മതി, ഇതെല്ലാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ. സോ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അറിയാവുന്ന പോലെ തന്നെ ഗ്രൂപ്പ് ഡിയുടെ 2026 നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ഓൾറെഡി 2025 എക്സാംസ് എഴുതിയിട്ടുള്ള ഒരുപാട് പേര് കാണും. അതിൽ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാതെ പോയ ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലെ. നല്ല രീതിയിൽ പഠിച്ചിട്ടും വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാത്തവരുണ്ടായിരിക്കും. ചില കാരണങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റാതെ പോയവരുണ്ടായിരിക്കും. ആൻഡ് മോറോവർ ഫ്രഷേഴ്സ് ആയിട്ട് ആദ്യമായിട്ട് ഈ എക്സാമുകൾ എഴുതുന്നവരുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങളെ എല്ലാവരെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ അടുത്ത വർഷത്തെ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഐഡിയൽ ടൈമാണ് ഇപ്പോൾ. നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ. ഇപ്പോഴേ നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 150 ഡേയ്സിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് വേണ്ടി ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 150 ഡേയ്സ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ്. ഓക്കെ, കംപ്ലീറ്റ് സിലബസ്, ഗ്രൂപ്പ് ഡിയുടെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യും. അത് വെറുതെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ള മാത്രമല്ല, മാക്സിമം ഏർലി നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ബാക്കി ഇമ്പോർട്ടൻസ് ഫുൾ നമ്മൾ PYQ ബേസ്ഡ് ആയിട്ടുള്ള PYQ ബേസ്ഡ് റിവിഷൻസ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ PYQ ബേസ്ഡ് മോക്ക് ടെസ്റ്റുകളും റെഗുലർ ബേസിൽ എന്ത് ചെയ്യുന്നതായിരിക്കും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എക്സാമിന് വേണ്ട ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. പ്രിപ്പറേഷൻസ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെയുള്ള പ്രിപ്പറേഷൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഈ കട്ട് ഓഫ് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അറിയാം വേക്കൻസീസ് വന്നിരിക്കുന്നത്. ഇത്തവണത്തെ റെയിൽവേയിൽ ഗ്രൂപ്പ് ഡിയുടെ ആകെ അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസി പറഞ്ഞത് 22,000 പ്ലസ്, അത് 22,195, ഏകദേശം 22,000 പ്ലസ് വേക്കൻസീസ് ആണ് RRB ഗ്രൂപ്പ് ഡി ഇത്തവണത്തെ എന്ത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നിലവിൽ വന്നിരിക്കുന്നത് അല്ലെ. ഇതിൽ ചേഞ്ചസ് ഉണ്ടാകും. ടെന്റേറ്റീവ് വേക്കൻസീസ് ആണ്, ചേഞ്ചസും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തായാലും 22,000 പ്ലസ് വേക്കൻസീസ് ആണ് നിലവിൽ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത് നമുക്കറിയാം നോർത്തേൺ റെയിൽവേയിലാണ് അല്ലെ. നോർത്തേൺ റെയിൽവേയിലാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്കൊക്കെ അറിയാം ഒരുപാട് അസൗകര്യങ്ങൾ കൊണ്ടും നമുക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏറ്റവും കൺവീനിയന്റ് ആയതുകൊണ്ട് പല ദൂരെ പോകാൻ, അല്ലെങ്കിൽ എക്സാം എഴുതാനും മറ്റു കാര്യങ്ങൾക്ക് ദൂരെ പോകാൻ വയ്യാത്തതുകൊണ്ടും ബാക്കി പ്രൊസീജിയേഴ്സിന് പോകാൻ വയ്യാത്തതുകൊണ്ടും നമ്മുടെ കൂട്ടത്തിലെ ആളുകൾ ഏറ്റവും, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഏത് തന്നെയായിരിക്കും, കൂടുതൽ ആളുകളും സദേൺ റെയിൽവേ ആയിരിക്കും, ചെന്നൈ തന്നെ ആയിരിക്കും കൂടുതൽ എന്ത് ചെയ്യാം പ്രിഫർ ചെയ്യുക അല്ലെ. അപ്പൊ അവിടെ ഏകദേശം 1036 വേക്കൻസീസ് ആണ് സദേൺ റെയിൽവേയിൽ എന്ത് ചെയ്തിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. ഒത്തിരി കൂടുതൽ, ബട്ട് സ്റ്റിൽ ഒരു ഡീസന്റ് നമ്പർ ഓഫ് വേക്കൻസീസ് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏറ്റവും കുറവ് നമുക്കറിയാം സൗത്ത് വെസ്റ്റേൺ റെയിൽവേ, അതുപോലെ തന്നെ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ, ഇവിടെയൊക്കെയാണ് കമ്പാരിറ്റീവ്ലി എല്ലാ വർഷങ്ങളിലും എന്ത് ചെയ്യാം കുറവ് വേക്കൻസീസ് വരാറുള്ളത് അല്ലെ. അപ്പൊ ഈ വേക്കൻസീസും കട്ട് ഓഫുമായിട്ട് ബന്ധമുണ്ടോ, ഇതാണ് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഈ കണ്ട പോലെ തന്നെ നോർത്തേൺ റെയിൽവേയിലാണ് കൂടുതൽ എന്ത് വരിക, ഏറ്റവും അധികം വേക്കൻസി വരിക അല്ലെ. ദെൻ വെസ്റ്റേണിലും എന്തുണ്ട്, അത്യാവശ്യം വേക്കൻസീസ് വരാറുണ്ട്. അപ്പൊ ഓൾറെഡി നമുക്ക് അറിയാവുന്ന പോലെ തന്നെ 2025 എക്സാംസ് നിലവിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിന്റെ കട്ട് ഓഫും കാര്യങ്ങളും ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ അതിന് മുൻപ് നടന്ന 2019-22 ടൈം പീരീഡിൽ വന്നിരിക്കുന്ന അതിന്റെ ഒരു കട്ട് ഓഫ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഏകദേശം 1,00,000-ലധികം വേക്കൻസീസ് ആയിരുന്നു ആ ഒരു കാലയളവിൽ എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. 1 lakh പ്ലസ് വേക്കൻസീസ് ആയിരുന്നു. അപ്പൊ അത്രയും വേക്കൻസീസ് വന്നതിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം ഏറ്റവും അധികം കട്ട് ഓഫ് വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചണ്ഡീഗഡ് അല്ലെ. അറിയാം ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന നോർത്തേൺ റെയിൽവേയിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഏറ്റവും ഹൈ കട്ട് ഓഫ് വന്നിരിക്കുന്നത് അല്ലെ. അതായത് ഈ പറയുന്ന വേക്കൻസീസ് കൂടുതൽ റിപ്പോർട്ട് ചെയ്ത് എവിടെയാണോ അവിടെ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ കട്ട് ഓഫും വന്നിരിക്കുന്നത് അല്ലെ. ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് എന്താണ്, അവിടെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഓൾറെഡി നമ്മളിവിടെ കണ്ടതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടു കാണും, ഈ പറയുന്ന പോലെ ഈസ്റ്റ് കോസ്റ്റിലൊക്കെയാണ് വേക്കൻസീസ് കുറവ്, കമ്പാരിറ്റീവ്ലി കുറവ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അവിടെയൊക്കെ അത്യാവശ്യം ജനറൽ കാറ്റഗറിയിൽ 66.5 എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. അതിനേക്കാൾ കുറവാണ് ഇവിടെ ചെന്നൈയിൽ, അതിനേക്കാൾ കുറവാണ് ഇവിടെ വന്നിരിക്കുന്നത്, ചെന്നൈയിൽ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, വേക്കൻസീസ് മാത്രം വെച്ചിട്ടാണോ കട്ട് ഓഫ് വന്നിരിക്കുന്നത്, അല്ല അല്ലെ. വേക്കൻസീസ് മാത്രം വെച്ചിട്ടാണ്. നമ്മൾ ആദ്യം നോക്കിയപ്പോൾ കണ്ടു വേക്കൻസി ഏറ്റവും കൂടിയെടുത്ത് തന്നെയാണ് എന്ത് വന്നിരിക്കുന്നത്, ഏറ്റവും ഹൈ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. പക്ഷെ വേക്കൻസീസ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റുമോ, ഇല്ല. വേക്കൻസി ഈ പറയുന്ന പോലെ ഒരു ഫാക്ടറാണ്.
ഓക്കെ, നമ്മൾ കട്ട് ഓഫ് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ വേക്കൻസി എന്ന് പറയുന്നത്, ആ സോണിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വേക്കൻസി എന്ന് പറയുന്നത് അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളതിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ മാത്രമാണ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ എന്താണ്, വേക്കൻസീസ് ഒരു ഫാക്ടർ തന്നെയാണ്. വേക്കൻസീസ് ഒരു ഫാക്ടർ തന്നെയാണ് എന്ന് പറയുമ്പോഴും അവിടെ വേക്കൻസിയുടെ ഒപ്പം തന്നെ പ്രാധാന്യം വരുന്ന മറ്റു കുറെ കാര്യങ്ങൾ കൂടി ഉണ്ടല്ലേ. അതിലൊരു കാര്യമാണ് അതിലെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്. അവിടെ എക്സാം എഴുതുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം, ആപ്ലിക്കൻസിന്റെ എണ്ണം അല്ല, എക്സാം എഴുതുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം അല്ലെ. എത്ര പേര് എക്സാമിന് അപ്പിയർ ചെയ്യുന്നു എന്നുള്ളത് എന്താണ്, അവിടുത്തെ കട്ട് ഓഫിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇപ്പൊ ചിലർക്ക് അറിയാം കട്ട് ഓഫ് ഏറ്റവും കുറവായതുകൊണ്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ഒക്കെ അവിടെ കട്ട് ഓഫ് കുറവല്ലേ, എളുപ്പം ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞ് ഒരുപാട് പേര് കൊണ്ട് എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, എക്സാം അവിടെ എഴുതുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കൂടും. അത്രയും വേക്കൻസീസ് അവിടെ വരുന്നുണ്ടോ, ഇല്ല. അതുകൊണ്ട് തന്നെ വേക്കൻസീസ് കുറവാണെന്നുണ്ടെങ്കിൽ പോലും അത്രയും ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടെ എന്ത് ചെയ്തേ പറ്റൂ, കട്ട് ഓഫ് ഉയർത്തിയേ പറ്റൂ അല്ലെ. അപ്പൊ എക്സാം എഴുതുന്ന ഓരോ സോണിലും അവിടെ എക്സാമിന് അപ്പിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം എന്താണ്, ഈ പറയുന്ന കട്ട് ഓഫിനെ ഡിസൈഡ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്കറിയാലോ എക്സാമിന്റെ നോർമലൈസേഷൻ അല്ലെ, എക്സാമിന്റെ നോർമലൈസേഷൻ നമുക്കറിയാവുന്ന പോലെ കാൻഡിഡേറ്റ്സിന്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ, ഇതെല്ലാം നോർമലൈസേഷൻ എന്ത് ചെയ്യുന്നതാണ്, ഈ പറയുന്ന പോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ് അല്ലെ. ഇതെല്ലാം നോർമലൈസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. നമുക്കറിയാം ഭയങ്കര പ്രയാസമുള്ള ഒരു എക്സാം ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ടോപ്പേഴ്സിന് പോലും അല്ലെങ്കിൽ ഹൈ മാർക്ക് സ്കോർ ചെയ്യുന്നവർക്ക് പോലും അല്ലെ, അതേ കാൻഡിഡേറ്റ്സിനിടയിൽ വലിയ മാർക്ക് ഡിഫറൻസ് വരുന്നില്ല എന്ന് വെക്കുക, ഷിഫ്റ്റ് ബേസ് നോക്കുമ്പോൾ വലിയ മാർക്ക് ഡിഫറൻസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ്, എക്സാം ഡിഫിക്കൽട്ട് ആണെന്നുള്ളൊരു ഇത് വരും. അതുകൊണ്ട് തന്നെ അവിടെ കട്ട് ഓഫ് എന്ത് ചെയ്യും, കുറയാനുള്ള സാധ്യതയുമാണ് അല്ലെ. പക്ഷേ ഈ പറഞ്ഞ ഒരു സെക്ഷൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു, ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ കട്ട് ഓഫ് എന്ത് ചെയ്യും, നല്ല രീതിയിൽ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും ചെയ്യും, കട്ട് ഓഫ് നല്ല രീതിയിൽ കൂടുകയും ചെയ്യും അല്ലെ. സോ അവിടുത്തെ സ്റ്റുഡൻസിന്റെ പെർഫോമൻസും എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവലും എല്ലാം എന്താണ്, ഈ പറയുന്ന എക്സാമിനെ അല്ലെങ്കിൽ അതിന്റെ കട്ട് ഓഫിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ് അല്ലെ. സോ പ്യുവർ വേക്കൻസീസ് കൂടുതൽ അല്ലെങ്കിൽ കുറവ് എന്ന് കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ഒരിക്കലും സോൺ നോക്കി അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. സോൺ അല്ലെങ്കിൽ അവിടുത്തെ വേക്കൻസീസ് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് കട്ട് ഓഫ് കുറയണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ക്ലിയർ ആണോ, ഓക്കെ ആണോ? ഈ പറയുന്ന കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അവിടുത്തെ ആപ്ലിക്കൻസിന്റെ എണ്ണം വേണം, അവിടുത്തെ എക്സാമിന്റെ രീതിയും എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കട്ട് ഓഫ് നമുക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റൂ അല്ലെ. സോ ഒരു ഏർലി പ്രഡിക്ഷൻ കട്ട് ഓഫിന്റെ കേസിൽ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. നമുക്ക് വേക്കൻസീസ് എന്ന് പറഞ്ഞ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ കട്ട് ഓഫിന്റെ കേസ് നോക്കിയാൽ ഏറ്റവും കുറവുള്ളിടത്താണോ ഏറ്റവും കുറവ് ഈ പറഞ്ഞ കട്ട് ഓഫ് വന്നിരിക്കുന്നത്, അല്ല അല്ലെ. അതിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. വേക്കൻസീസ് കണ്ടുകൊണ്ട് മാത്രം കട്ട് ഓഫ് കുറയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാതിരിക്കുക. സോ നിങ്ങൾ ഈ പറയുന്ന പോലെ ഓരോരുത്തരും കട്ട് ഓഫുകളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ ഏതാണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ തന്നെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, നിങ്ങൾ തന്നെ ഒരു ധാരണ ഉണ്ടാക്കി ഏറ്റവും കുറവ് നോക്കിയിട്ട് അവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യാന്നുള്ളതല്ല, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അത് വരുന്ന സോണുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. അത് വരെ ആ ഒരു റേഞ്ച് ഓഫ് കട്ട് ഓഫ് വരുന്ന സോണുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. എന്നിട്ട് അവിടെ ലാസ്റ്റ് ഇയറിലൊക്കെ വന്നിരിക്കുന്ന ആപ്ലിക്കൻസിന്റെ എണ്ണം എത്രയാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, അപ്ലൈ ചെയ്യാനായിട്ട്. ക്ലിയർ ആണല്ലോ, ഓക്കെ അല്ലേ. അപ്പൊ ഇതിലേക്ക് എല്ലാം വരുമ്പോൾ എല്ലാവരുടെയും ഒരു സംശയം എന്ന് പറയുന്നത് നമ്മുടെ ചെന്നൈ സോണിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളതായിരിക്കും, സദേൺ റെയിൽവേ വേണമെന്നുള്ളതായിരിക്കും അല്ലെ. കാരണം ഒരുപാട് പേർക്ക് ദൂരോട്ട് പോകുന്നതിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാൻ പോകണ്ട. അത്യാവശ്യം ഒരു ഡീസന്റ് നമ്പർ ഓഫ് വേക്കൻസീസ് അവിടെ വരുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ഓഫ് കമ്പാരിറ്റീവ്ലി എന്തല്ല, ഭയങ്കര ഹൈ ഒന്നും അല്ല. അതുകൊണ്ട് ഒരു മോഡറേറ്റ് ലെവലിലാണ് രണ്ട് കാര്യങ്ങൾ പോകുന്നത്. പഠിച്ചാൽ കിട്ടും അല്ലെങ്കിൽ കുറച്ച് എഫേർട്ട് എടുത്താൽ കിട്ടും എന്നുള്ള രീതിക്കാണ് അവിടുത്തെ കാര്യങ്ങൾ നിലവിൽ നമുക്ക് വന്നിരിക്കുന്നത്. ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് വീഡിയോ ഒന്നും ഇല്ലാതെ ചെന്നൈ സോണിലേക്ക് കൊടുക്കുന്നതിനെ സദേൺ റെയിൽവേക്ക് കൊടുക്കുന്നുണ്ട് എന്തില്ല, വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി അതല്ല മറ്റു കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കട്ട് ഓഫിന്റെ ഒരു ലെവൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് ആ ഒരു റേഞ്ച് വരുന്ന സോൺസ് നോക്കിയിട്ട് അവിടുത്തെ വേക്കൻസീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ലാസ്റ്റ് ഇയറിൽ വന്നിരിക്കുന്ന ആപ്ലിക്കൻസിന്റെ എണ്ണം ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, മറ്റു പ്രശ്നങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഏറ്റവും കുറഞ്ഞിടത്ത് കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് ഉടനെ കിട്ടും എന്നുള്ള സാധ്യതയൊക്കെ എന്താണ്, വെറുതെയാണ്. അതും കട്ട് ഓഫ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, ഈ ബന്ധമില്ല എന്നല്ല, അത് മാത്രം വെച്ചല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ക്ലിയർ, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞ പോലെ 150 ഡേയ്സ് ആണ് നമ്മൾ നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുന്നത്. ഇത്രയും വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ ഒരു 150 ഡേയ്സിൽ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബാച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്സാം ബേസ്ഡ് ക്ലാസ്സസ്, എക്സാം ബേസ്ഡ് ഷോർട്ട് കട്ട്സും ട്രിക്സും ഒക്കെ റീസണിങ്ങിനും മാത്സിനും കോൺസിനും ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. കറന്റ് അഫേഴ്സ് നിങ്ങൾക്ക് സ്പെഷ്യൽ സെക്ഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും വേണ്ട. ആൻഡ് റെഗുലർ പ്രാക്ടീസ് സെറ്റ് ഉണ്ടായിരിക്കും. ഞാൻ മോക്ക് എക്സാം എല്ലാം PVQ ബേസ് റെഗുലർ ആയിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ വെറുതെ പഠിച്ചു പോകാന്നുള്ള മാത്രമല്ല, അത് കൃത്യമായിട്ട് റെഗുലർ ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അത് പ്രാക്ടീസ് ചെയ്യാനായിട്ടും പറ്റും. അതുകൊണ്ട് അങ്ങനത്തെ യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഓക്കെ,
അപ്പോൾ ഈ ഒരു എക്സാമിന്റെ അല്ലെങ്കിൽ കോഴ്സിന്റെ ബാക്കി ഡീറ്റെയിൽസുമായിട്ട് അപ്കമിംഗ് വീഡിയോസ് നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ഫോളോ ചെയ്യുക. നമ്മുടെ ക്ലാസ്സസ് നമ്മുടെ യൂട്യൂബ് ത്രൂ നമ്മൾ ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാം നന്നായിട്ട് പഠിക്കുക, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.